ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാങ്ങ വെച്ചിട്ടുള്ളൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തൊടുകറിയാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാങ്ങാക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതാ നമ്മുടെ മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മാങ്ങയാണ്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറിയ ക്യൂബായിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അതാ നമ്മുടെ മാങ്ങ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ക്യൂബായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തേക്കണത്. അപ്പോൾ അതാ നമ്മുടെ മാങ്ങയെല്ലാം ഞാൻ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമ്മുടെ മാങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഉപ്പിന്റെ അളവ് മാങ്ങയുടെ പുളിക്കനുസരിച്ച് വ്യത്യാസം വരും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ അതാ ഞാൻ നമ്മുടെ മാങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. സമയമില്ലെങ്കിൽ 1/2 മണിക്കൂറായാലും മതി. 1 മണിക്കൂർ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ മാങ്ങയിലേക്ക് ഉപ്പും എരിവൊക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ ഇതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തേക്കണത്. തേങ്ങ വളരെ കുറച്ച് മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നമുക്കൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാണ്. നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ മാങ്ങ മാരിനേറ്റ് വെച്ചിട്ട് 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രം വയ്ക്കുക. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില. കറിവേപ്പിലയും അതേപോലെ തന്നെ ചുവന്ന മുളകും നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ കുറച്ചാണ് വെച്ചേക്കുന്നത്. ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ മാങ്ങ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ അതാ നമ്മുടെ മാങ്ങ ഒരു 2 മിനിറ്റോളം വഴറ്റി കൊടുത്തു. ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങയും കടുകും കൂടെ അരച്ചില്ലേ അത്. ചേർത്തിട്ട് ഇതിന്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ദാ നമ്മുടെ തേങ്ങയുടെ മിക്സിന്റെ പച്ചച്ചവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. തൈര് ഞാനിവിടെ ഒരു 1/4 കപ്പാണ് എടുത്തേക്കണത്. ഇതിന്റെ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. വേണമെങ്കിൽ മിക്സി ബൗളിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. പക്ഷെ ഒത്തിരി മോര് പോലെ ആയി പോകണ്ട. കട്ട നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടിയാൽ മതി. ഇത് കുറച്ച് തിക്കായിട്ടിരിക്കുന്ന കറിയാണ്. തൊടുകറിയല്ലേ, അപ്പോൾ ഒത്തിരി ലൂസാകിയല്ല. കുറച്ച് തിക്കായിട്ട് തന്നെ വേണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാം. തീ എപ്പോഴും കുറച്ച് വെച്ചാൽ മതി. തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തിളക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ എല്ലാം കറക്റ്റാണ്. ആവശ്യത്തിന് ഉപ്പും പുളിയും എരിവും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ തൈര് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ മാങ്ങക്കറി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുവാണേ.
അപ്പോൾ അതാ ഇത്രയുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ തൊടുകറി. നല്ല ടേസ്റ്റിയാണ്, ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനും. അപ്പോൾ ഇപ്പം മാങ്ങയുടെ സീസൺ ആണല്ലോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.